ഫ്രണ്ട്സ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതായത് SSCയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് വെച്ചാൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്കും അതുപോലെ തന്നെ ഹവിൽദാർ ഈ പറയുന്ന CBI CBNലേക്കുള്ള ഹവിൽദാർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. രണ്ടും ഗ്രൂപ്പ് C കാറ്റഗറിയാണ്, ഗ്രൂപ്പ് C പോസ്റ്റാണ്. അപ്പോൾ ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. 15,000 മുകളിലൊക്കെ വേക്കൻസി ഉണ്ട്. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന മൾട്ടി ടാസ്കിംഗ് അതുപോലെ ഹവിൽദാർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് 8,000 മുകളിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കേരളത്തിലുള്ളവർക്ക് മലയാളത്തിൽ എക്സാം എഴുതാന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പം നമ്മളിതിൽ SSCയുടെ പുതിയ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതോടൊപ്പം നമുക്ക് ഇതിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് നല്ല വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കുറേ ഡ്യൂറേഷനുള്ള വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആരിലേക്കും എത്തില്ല എന്നുള്ളതാണ് ലെങ്ത് കൂടുന്നതനുസരിച്ച്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് കയറിയിട്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് 61.6K ആയിട്ടുണ്ട്. നമുക്കൊരു 1 ലാഖിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഒരു എയിം വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാവുന്ന. ഇപ്പോൾ നിലവിലിപ്പം 61.6K ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് നേരെ നോട്ടിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. ഇതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 27/6 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ ഹവിൽദാർ എന്ന് പറയുന്ന ഹവിൽദാർ CBICയിലേക്കും CBNലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാമിനേഷനാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 27 മുതൽ നിങ്ങൾക്ക് ജൂലൈ 31 വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 1/8 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫീ അടയ്ക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. then നമുക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ SSC നമുക്ക് തരുന്നുണ്ട്. ആ ഡേറ്റാണ് പ്രത്യേകം ഓർത്ത് വെക്കുക, 16/8/2024 മുതൽ 17/8. അപ്പം നമ്മൾ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, നമ്മൾ അപേക്ഷിച്ചതിന് ശേഷം നമുക്കൊരു ഡൗട്ട് വന്നു, എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, അത് തിരുത്തണമെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് ഈ പറയുന്ന 16/8/2024 മുതൽ 17/8/2024 എന്ന് പറയുന്ന ഈ ഡേറ്റിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെറുതെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം തിരുത്തുന്നതിന് 200 രൂപയും പിന്നീട് നമ്മൾ തിരുത്തുന്നതിന് 500 രൂപയായിട്ട് നമ്മൾ എന്താണ് ഫൈനായിട്ട് അല്ലെങ്കിൽ ഫീ ആയിട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സെലക്ഷൻ. അപ്പോൾ അത് നമുക്ക് ഒക്ടോബർ നവംബർ 2024 തന്നെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ SSCയുടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം, ഈ ഒരു ടൈം ഡേറ്റ് ഒക്കെ കണ്ടിട്ടോ. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ കാറ്റഗറി നിങ്ങൾക്ക് കൂടെ കാണാം, ഗ്രൂപ്പ് C പോസ്റ്റാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മിനിസ്ട്രീസിലേക്കും ഓഫീസിലേക്കും ഒക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വിവിധ സ്റ്റേറ്റുകളിൽ എന്താണ് വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റേറ്റ് ആണെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ ഇവിടെയൊക്കെ വേക്കൻസി ഉണ്ട്. അതുപോലെ ഹവിൽദാർ ആണെങ്കിലും ഈ പറയുന്ന പേ ലെവൽ 1 അതിൽ നമുക്ക് ഗ്രൂപ്പ് C പോസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന ഹവിൽദാർ ആണെങ്കിൽ നമുക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിലേക്കും അതുപോലെ CBIC എന്ന് പറയും, അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലേക്കുമാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഹവിൽദാർ എന്ന് പറയുന്ന കാറ്റഗറിയുള്ള പോസ്റ്റ്. MTS എന്ന് പറയുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വിവിധ മിനിസ്ട്രീസിലേക്കും ഒക്കെ ഓഫീസുകളിലേക്കൊക്കെ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് ഇതിൻ്റെ വേക്കൻസീസ് വന്നിരിക്കുന്നത് MTSന് മാത്രമായിട്ട് 4,887 വേക്കൻസിയും ഹവിൽദാർ ഇൻ CBIC അല്ലെങ്കിൽ CBNലേക്കാണെങ്കിൽ 3,439 വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. എല്ലാം കൂടെ നമുക്കൊരു 8,000 മുകളിൽ നമുക്ക് എന്താണ് വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് നമ്മൾ പറയുന്നത്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 1/8/2024. അപ്പോൾ ഏജിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈസി ടൂൾസിൽ എന്താണ് ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. ജസ്റ്റ് ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്താൽ ഏജ് കാൽക്കുലേറ്റർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ SSCയുടെ പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെ കാണണം എന്നൊക്കെ ഈ ഇതിൽ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ആ ടൂൾസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏജ് കണക്കാക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 18 to 25 ആണ് കേട്ടോ ഏജ് ലിമിറ്റ് വരുന്നത്. മിനിമം 18 മാക്സിമം 25. ഇതിൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഹവിൽദാർ ഈ പറയുന്ന CBICയിലേക്കും CBNലേക്കുള്ള കാറ്റഗറിയിലേക്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏജ് 18 to 27 വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഈ പറയുന്ന എന്താണ് ചില ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള MTSൻ്റെ ആ ഒരു ഏജും ഈ പറയുന്ന 18 to 27 ആണ് കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്റഗറി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, 2 രീതിയിലാണ്. MTS 18 to 25 ആണ്. എങ്കിലും ചില ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള MTS വേക്കൻസിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 18 to 27 വരെ അപ്ലൈ ചെയ്യാം. ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ആണ് ഇത് പറയുന്നത്. നിശ്ചിതമായുള്ള ഈ പറഞ്ഞ രീതിയിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ,
പിന്നെ വിഡോസ് ഡിവോഴ്സിലായ എക്സ് സർവീസ്മാൻ ഒക്കെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് നിങ്ങൾ SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. വേറെ യാതൊരുവിധ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ നിർബന്ധമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക, വേറെ യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം OTR ചെയ്യണം. നമ്മൾ PSCയിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തില്ല, അതുപോലെ ഇതാണ് OTR എന്ന് പറഞ്ഞാൽ 1 ടൈം രജിസ്ട്രേഷൻ നമ്മൾ ഇതിൽ ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ, നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ പഴയ SSCയുടെ വെബ്സൈറ്റിലാണെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ച പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ പുതിയ SSCയുടെ വെബ്സൈറ്റ് വന്നതിന് ശേഷം, അപ്പം ഏതാണ് നമുക്ക് പുതിയ SSCയുടെ വെബ്സൈറ്റ്, അപ്പോൾ ഈ വെബ്സൈറ്റ് വന്നിട്ട് ഇപ്പോൾ അധികം നാളായിട്ടില്ല, 2024 അത് വന്നത്. അപ്പോൾ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇതിലേക്ക് ലൈവായിട്ട് നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. അപ്പം ജസ്റ്റ് ഡിലീറ്റ് ആകട്ടെ. നമുക്ക് ലൈവായിട്ട് നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ വെബ് ക്യാം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ലൈവായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടത്, അല്ലാതെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോ ഒന്നും ഇതിൽ പറ്റൂല എന്നുള്ളതാണ്. നമ്മൾ ലൈവായിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്യാമറ യൂസ് ചെയ്ത് നമ്മളൊരു പാസ്വേഡ്സ് രീതിയിൽ നമ്മുടെ ഫേസ് ഒക്കെ വ്യക്തമാകുന്ന രീതിയിൽ നല്ല വെളിച്ചത്തിൽ ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഐ ലെവലൊക്കെ എന്തായിരിക്കണം, ഈ പറയുന്ന കറക്റ്റ് ക്യാമറയിലേക്ക് നമ്മൾ നോക്കുന്ന ആ രീതിയിൽ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ക്യാമറൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കണം, സ്ട്രൈറ്റ് ആയിരിക്കണം നമ്മുടെ ഹെഡൊക്കെ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ പറയുന്ന ഒരു ക്യാമറയ്ക്ക് നമുക്ക് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ റെഡ് റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടാവും. ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫേസ് മുഴുവൻ വരുന്ന രീതിയിലായിരിക്കണം. നമ്മൾ ഏകദേശം ഭയങ്കരമായിട്ട് ക്ലോസ് ആകാനും പറ്റില്ല, ഭയങ്കര ഫാർ ആകാനും പറ്റില്ല, നമുക്ക് അത്ര എടുക്കാനും പറ്റില്ല, അത്ര ദൂരെ നിന്ന് ആക്കാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡലൊക്കെ ഞാൻ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. അതോടൊപ്പം തന്നെ നമ്മൾ ക്യാപ്പ്, മാസ്ക്, ഗ്ലാസ്സസ് കാര്യങ്ങളൊന്നും നമ്മൾ ഇയർഫോൺ അങ്ങനെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഫോട്ടോ എടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ ഒരു സ്കാൻഡ് സിഗ്നേച്ചർ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. അത് നമ്മൾ പണ്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ 10K 20K ഇടയിലുള്ള ഒരു സ്കാൻഡ് ആയിട്ടുള്ള സിഗ്നേച്ചറിൻ്റെ സ്കാൻ ചെയ്ത് നമ്മുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം JPG ഫോർമാറ്റ് ആക്കിയിട്ട്. ഇനി ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നത് 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സോ ഇനി SC/ST കാൻഡിഡേറ്റ്സോ ഇതുപോലെ PWBD അതുപോലെ എക്സ് സർവീസ്മാൻ ഒക്കെ ആണെങ്കിൽ യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം, SC/STക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം, PWBD ദെൻ എക്സ് സർവീസിനൊക്കെ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ളവർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. എക്സാം സെൻറ്റർ നമുക്ക് കേരളത്തിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് കൂടെ കാണാം KKR റീജിയനാണ് നമ്മൾ വരുന്നത്. എറണാകുളം, കൊല്ലം, അതുപോലെ കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ഇത്രയും ജില്ലകളിലാണ് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുക. ഇനി ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. എന്നാൽ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ MTS എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. അതല്ല നമ്മൾ എന്താണ് ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് രണ്ടിലേക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നമുക്ക് പറയാം, ഇതാ മലയാളത്തിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മലയാളത്തിൽ എക്സാം എഴുതാം. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സ്കീം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ പറയുന്ന ഹവിൽദാർ ആണെങ്കിലും MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിലും അവർക്കുള്ള ഒരു സ്കീമാണ് ഇത് കൊടുത്തിരുന്നത്. 2 സെഷനായിട്ടാണ്, സെഷൻ 1ഉം സെഷൻ 2ഉം. ഇത് ഒരു ദിവസം തന്നെ നടത്തുന്നതാണ് കേട്ടോ. ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ നടക്കുന്ന എക്സാമാണ് സെഷൻ 1ഉം സെഷൻ 2. അപ്പോൾ അതിൽ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, അതുപോലെ റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്. പിന്നെ സെഷൻ 2ൽ ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കംപ്രൻഷനാണ്. ഇത് നമുക്ക് 20 ക്വസ്റ്റ്യൻ 60 മാർക്കാണ് വരിക. പിന്നെ 25 ക്വസ്റ്റ്യൻ 75 മാർക്കാണ് വരിക കേട്ടോ. ഓക്കെ, 45 മിനിറ്റ് വെച്ചാണ് ഓരോ സെഷനും നമുക്ക് ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ സെഷൻ 1ഉം ഇത് സെയിം ഡേ ആയിരിക്കും, ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സിലബസിനൊന്നും എവിടെയും പോകണ്ട. ഓക്കെ, നല്ല ബുക്കുകളൊക്കെ വാങ്ങി വായിക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർക്കൊക്കെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏത് പോസ്റ്റിന് മാത്രമേ ഉള്ളൂ, ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിന് കേട്ടോ. ഓക്കെ, MTSന് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റോ ഒന്നുമില്ല. ഈ പറയുന്ന ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ളൂ കേട്ടോ. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിന് മാത്രം ബാധകമാണ്
ആണ്. ഞാൻ റിപ്പീറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിതിൻ്റെ വെച്ച് ഇത് അപ്ലൈ ചെയ്യാതിരിക്കേണ്ടത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് വാക്കിംഗ് ആണ് 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് നടന്നെത്തണം എന്നുള്ളതാണ്. ഫീമെയിൽ ആണെങ്കിൽ 1 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ട് നടന്നെത്തിയാൽ മതി. ഇനി നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് മിനിമം 187.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. മെയിൽ കാൻഡിഡേറ്റ്സിൽ തന്നെ ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 5 സെൻറ്റിമീറ്റർ അതിൽ ഇളവ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ചെസ്റ്റ് ആണെങ്കിൽ 81 സെൻറ്റിമീറ്റർ ആണ്. മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് ഹൈറ്റ് വരുന്നത് 152 സെൻറ്റിമീറ്റർ ആണ്. ഇനി ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 2.5 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ റിലാക്സേഷൻ ഉണ്ട്. വെയിറ്റ് ആണെങ്കിൽ 48 kg ആണ്. ഇവർക്ക് ഫീമെയിൽ ആണെങ്കിൽ ചെസ്റ്റ് ബാധകമല്ല, വെയിറ്റ് ആണ് പിന്നെ അവിടെ നോക്കുക. 48 കിലോഗ്രാംസ് ആയിരിക്കണം നോർമൽ. ഈ പറയുന്ന ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിലും 2 കിലോഗ്രാംസ് ഈ പറയുന്ന റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് SC ST OBC അങ്ങനെയുള്ള റിസർവേഷൻ കിട്ടണമെങ്കിൽ അതിന് നിശ്ചിതമായുള്ള ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ഫോർമാറ്റുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയതുണ്ടായിരിക്കണം. സെയിം ഫോർമാറ്റിൽ വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഓക്കെ ആണ് കേട്ടോ. അതില്ലാത്തവരാണെങ്കിൽ അതനുസരിച്ച് ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കണം. ഇനി അതല്ല OBC NCL നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. ഇതും സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് ആയിരിക്കണം. EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട മാതൃക എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കമൻറ്റ് ചെയ്യുക, ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി നമ്മൾ ഈ സെയിം വീഡിയോയിൽ തന്നെയാണ് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇവിടെ കാണിക്കുന്നത്. കാരണം 2 വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സെയിം വീഡിയോയിൽ തന്നെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അപ്ലൈ നൗ എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. GOC എജുലാൻ്റെ ആ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. ഓക്കെ. ഇവിടെ കാണാം SSC MTS വാക്കൻസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇവിടെ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ എന്ന് ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇനി അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നോടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വരും. ഇനി SSC സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ ഉണ്ടാവും. ഇവിടെ സ്റ്റഡി മെറ്റീരിയൽസിനുള്ള ലിങ്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ OTR ആണ്, വൺ ടൈം രജിസ്ട്രേഷൻ. ആദ്യമായിട്ടാണ് നിങ്ങൾ SSCയിൽ പുതിയ വെബ്സൈറ്റിൽ വരുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്തപ്പം SSCയുടെ ഹോം പേജാണ്. അപ്പോൾ ഇതാണ് പുതിയ വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾ പഴയ വെബ്സൈറ്റിൽ OTR ചെയ്തിട്ടുണ്ടെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ വെബ്സൈറ്റിലും OTR ചെയ്യണം. പഴയ വെബ്സൈറ്റിൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത നമ്മുടെ യൂസർ ID അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പറും പാസ്വേഡും വെച്ച് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ലോഗിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, എല്ലാ കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യണം, ഇതിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഒരു നമ്മൾ OTR ചെയ്യണം, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ. പഴയ വെബ്സൈറ്റ് നിങ്ങൾ ചെയ്തപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പഴയ വെബ്സൈറ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് പഴയ വെബ്സൈറ്റ്. ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഇൻ്റർഫേസും കൂടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടായി. ഇതാണ് ഡാഷ്ബോർഡ്. ഓക്കെ. ഈ വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ യൂസർ നെയിമോ ഈ പറയുന്ന രജിസ്റ്റർ നമ്പറും നിങ്ങൾ ഇതിൽ OTR ചെയ്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം പഴയ വെബ്സൈറ്റ് എന്ത് ചെയ്തു, തൽക്കാലമായിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ SSCയുടെ പുതിയ വെബ്സൈറ്റ് വഴിയായിരിക്കും. അപ്പോൾ അതിൻ്റെ നോട്ടീസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് അറിയാത്തവർക്കാണ് കേട്ടോ. അറിയുന്നവർക്ക് ഇത് ഇത് കാണാവുന്നതാണ്. അപ്പം പുതിയ വെബ്സൈറ്റ് നമ്മൾ എന്ത് ചെയ്യണം, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ഓർ രജിസ്റ്റർ എന്നിട്ട് മുകളിൽ കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾ മൊബൈൽ വിൻഡോ ആണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നോക്കാവുന്നതാണ് കേട്ടോ. ലോഗിൻ ഓർ ഡെസ്ക്ടോപ്പ് വ്യൂ എനേബിൾ ആക്കിയാൽ മതി നിങ്ങൾ ക്രോം ബ്രൗസറിൽ. അപ്പോൾ ഇതേ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കറക്റ്റായിട്ട് ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ഉണ്ടാകും. ക്യാപ്ച കോഡ് അടിച്ചെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി ആദ്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ OTR ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ കാണാം ന്യൂ യൂസർ എന്നിവിടെ കാണാം രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് അവിടെ കുറച്ച് കാര്യങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ പാസ്വേഡ് ക്രിയേഷൻ, അഡീഷണൽ മറ്റ് ഡീറ്റെയിൽസ്, ദെൻ ഡിക്ലറേഷൻ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ OTR ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ടിന്യൂ നമ്മൾ കൊടുക്കാം. അങ്ങനെ കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ. അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നമ്മുടെ വെബ്സൈറ്റിൽ വരും. അത് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ആയിട്ട് തന്നെ SSC OTRൻ്റെ വീഡിയോസ് ഞാനിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ. ഇവിടെ വാച്ച് ഓൺ യൂട്യൂബ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഇതിൽ നമ്മളിപ്പം ഈ പറയുന്ന SSCയുടെ phase 12 റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. കുറച്ച് സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കുറച്ച് ഫാസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, OTR എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഓപ്പണായി കാണിക്കാം.
അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുക, നിങ്ങൾക്ക് ഏകദേശം ടൈം ഞാൻ പറയാം, 5 മിനിറ്റ് മുതൽ ഇങ്ങോട്ട് കണ്ടു തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ OTR ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാൻ, ജസ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ OTR രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും പാടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതോ നിങ്ങൾ കാണണ്ട. അതായത് ഈ പറയുന്ന ഫേസ് 12 എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്താണ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് OTR ചെയ്ത് അതിൽ നമുക്ക് ഈ പറയുന്ന രജിസ്റ്റർ നമ്പറും പാസ്വേഡും കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന 5 മിനിറ്റ് മുതൽ ഇങ്ങോട്ട് കണ്ടാൽ മതി നിങ്ങൾ. ഓക്കെ, 5 മിനിറ്റ് മുതൽ ഏകദേശം അതിൻ്റെ ആ ഒരു നമുക്കൊരു അവിടെ ഒരു 15 മിനിറ്റ് വരെയാണ് ഏകദേശം. അതിൻ്റെ ഉള്ളിലുള്ള സമയത്തുള്ളിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ SSCയിൽ ഇതായി ഫോമൊക്കെ ഫില്ല് ചെയ്ത് എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് ഒരു വ്യക്തമായുള്ള ധാരണ ലഭിക്കും. അതുകൊണ്ട് ഞാൻ വെറുതെ അത് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ OTR ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ നമ്മൾ മാറ്റി കളിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഈ പറയുന്ന ഒരു മൊബൈൽ വെച്ച് ഒരു നമ്പർ വെച്ച് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്കത് കൂടുതൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ OTR ചെയ്തവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാണല്ലോ. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടെ ചെയ്യാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഇതിൽ ലോഗിൻ ചെയ്യുന്നതെന്ന് ഞാൻ മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. കാരണം മൊബൈൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, മൊബൈലിൽ തന്നെ ചെയ്യാം ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഞാൻ മൊബൈൽ ഇവിടെ സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിക്കുന്നതാണ് ഇനി. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കട്ടോ ഇതിൽ. അപ്പോൾ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കാണല്ലോ വരും. അപ്പോൾ ഞാൻ മൊബൈലിൽ ജസ്റ്റ് ഓപ്പൺ ആയി കാണിച്ചാണ്. ഇങ്ങനെ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ആവുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. OTR നിങ്ങളിതാ ഈ വീഡിയോ നോക്കിയിട്ട് എന്താണ് OTRൻ്റെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ അത് അപ്ലൈ ആവുന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് SSCയുടെ ഹോം പേജാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇത് മൊബൈൽ വ്യൂ ആണ്. ഇപ്പോൾ ഞാനിതിൽ ഓൾറെഡി OTR ചെയ്താണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നീക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്വിക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം, അവിടെ അഡ്മിറ്റ് കാർഡ് കാണാം. ഓക്കെ, ഇതിൽ അപ്ലൈ എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യാം. അപ്ലൈ എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈവ് ആയിരിക്കുന്ന 2 നോട്ടിഫിക്കേഷനാണ്. ഒന്ന് നമുക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഹവിൽദാർ, പിന്നെ മറ്റേത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ പറയുന്ന MTSൻ്റെ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ ലോഗിൻ പേജാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത്, നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി OTR ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കാണിക്കാം. പിന്നെ പാസ്വേഡ് കൊടുത്തായി ക്യാപ്ച കോഡ് അടിച്ചിട്ട് ഞാൻ ലോഗിൻ ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു, പാസ്വേഡ് അടിച്ചു, ദെൻ ഈ പറയുന്ന ക്യാപ്ച അടിച്ചു കേട്ടോ. എന്നിട്ട് ഇവിടെ ലോഗിൻ എന്ന് കൊടുക്കാം. നമ്മൾ OTR ചെയ്താലേ നമുക്ക് ഈ പറയുന്ന രജിസ്റ്റർ നമ്പറും പാസ്വേഡൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഇവിടെ നിങ്ങൾ ഓൾറെഡി കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലൈവ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ലൈവ് എക്സാമിനേഷൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. ഇപ്പോൾ രണ്ട് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ ഇവിടെ ആദ്യത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് ഇവിടെ കാണാം. ഓക്കെ, എൻ്റെ ഡേറ്റ് ഇവിടെ കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കാണാം, അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം. ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പേജ് ലോഡാവും. അപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ഈ ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ റീഡ് ചെയ്യുക. എന്നിട്ട് ഫിൽ ഫോം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മളിപ്പോൾ ഓൾറെഡി രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അതിങ്ങനെ കാണിക്കും ഇവിടെ. അതൊക്കെ ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പോയി എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രൊഫൈൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സക്സസ് കാണിക്കും. ഓക്കെ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് അടുത്ത് ചോദിക്കുന്നത് നമ്മുടെ ഹയസ്റ്റ്, ഇനി ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ ആദ്യം ഫിൽ ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ഇതിൽ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഏത് വരെ പഠിച്ചു എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് 10ാം ക്ലാസ് മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് വരെ പഠിച്ചു എന്ന് SSCക്ക് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള ആ ഒരു ഓപ്ഷനാണിത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഡിപ്ലോമയാണോ, ഗ്രാജുവേഷൻ ആണോ, +2 ആണോ, 10ാം ക്ലാസ് ആണോ. ഈ 10ാം ക്ലാസ് വരാൻ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. 10 കൊടുക്കുക നിങ്ങൾക്ക്. ഞാനിവിടെ എന്താണ് +2 ആണ് കൊടുക്കുന്നത് ജസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് അല്ല കേട്ടോ കൊടുക്കുന്നത്. എല്ലാം നമ്മൾ വെറുതെ ഒരു സിമ്പിളായുള്ള കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് കാണാം. ഓക്കെ, ഈ ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് അവിടെ വരിക. അത് ഡിഫോൾട്ടായിട്ട് കാണാം 10th സ്റ്റാൻഡേർഡ് അതിൽ വന്നിട്ടുണ്ട്, നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ സ്റ്റാറ്റസ് പാസ്ഡ് എന്നുണ്ട്.
ഓക്കെ. ദെൻ പാസിങ് ഇയർ ഇതൊക്കെ ഇപ്പോൾ 2016 ഇത് പാസ്ഡ് എന്നൊക്കെ വന്നത് നമ്മൾ OTR ചെയ്തല്ലോ. ആ OTR ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഏതാണ് നമ്മുടെ ബോർഡ്, ഞാൻ ഇപ്പോൾ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ, ഇതൊക്കെ നമ്മൾ OTR ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്തത് കൊണ്ട് നമുക്കിവിടെ ഒന്ന് നമുക്ക് ഫില്ല് ചെയ്യേണ്ട. നമ്മുടെ റോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ. എന്നിട്ട് നമ്മളിവിടെ പെർസെൻറ്റേജ് കൊടുക്കണം. ഓക്കെ. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 88 കൊടുക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഈസി ടൂൾസിൽ പോയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണാമെന്നുള്ളത് അതിൽ ഞാൻ ഒരു ഈസി ടൂൾ ഉണ്ട്, നിങ്ങൾക്ക് ആ ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതിലല്ലെങ്കിൽ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് നമ്മൾ അത് പെർസെൻറ്റേജ് അവിടെ കൊടുത്തു. ഇനി ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ കൊടുക്കുക. ഇവിടെ CGP ഒന്നും നിങ്ങൾ കൊടുക്കണ്ട കേട്ടോ, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി പെർസെൻറ്റേജ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം അഡീഷണൽ ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി എക്സ് സർവീസ്മാൻ ആണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 27 വയസ്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന SC/ST കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ OBC ഒക്കെ ആണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ആവശ്യമുള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഒരു തേർഡ് പാർട്ടിക്ക് നമ്മുടെ ഇതിൽ കൊടുക്കുന്ന ഇൻഫർമേഷനൊക്കെ അവൈലബിൾ ആയിക്കോട്ടെ എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഡിക്ലറേഷനാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം ജോബുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് നമ്മുടെ ഡാറ്റ മറ്റുള്ള ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രൈവസി വേണമെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക, നിങ്ങൾക്ക് അത് കുഴപ്പമില്ലെങ്കിൽ യെസ് എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള അടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സക്സസ് എന്ന് കാണാം, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ. ഇനി അടുത്ത് നമ്മളോട് ചോദിക്കുന്നത് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ പ്രിഫറൻസ് ആണ്. നമുക്ക് മിനിമം 3 കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്നത് നമുക്ക് KKR നോക്കി എളുപ്പത്തിൽ കാണാൻ പറ്റും. ഇവിടെ കോഡ് ഉണ്ടാവും ഈ എൻഡിൽ, ഇവിടെ KKR കൂടെ കാണാം. ഞാനിപ്പോൾ ആദ്യം കൊടുക്കുന്നത് കോഴിക്കോടാണ്. ഓക്കെ. അത് കഴിഞ്ഞ് രണ്ടാമത് പ്രിഫറൻസ് കൊടുക്കുന്നത് KKRൽ ഞാൻ ജസ്റ്റ് വെറുതെ കൊടുക്കുക കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുകയാണ്. തൃശ്ശൂർ കൊടുക്കുന്നു. ഓക്കെ. അടുത്ത് മൂന്നാമത്തെ പ്രിഫറൻസ് ഞാൻ എറണാകുളം കൊടുക്കുന്നു. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ ചോദിക്കുന്നത് നമ്മളോട് എക്സാമിനേഷൻ മീഡിയം ഏതാണ് വേണ്ടതെന്നാണ്. മീഡിയം ഓഫ് 25ാമത്തെ നിങ്ങൾക്കൂടെ കാണാം, മീഡിയം ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. അപ്പോൾ അതിൽ നമുക്ക് ഏതാ വേണ്ടത്, ഇപ്പം ഹിന്ദിയാണോ ഇംഗ്ലീഷ് ആണോ, ഇനി അതെല്ലാം നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആണോ, നിങ്ങൾക്കൂടെ മലയാളം ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ. ഇനി അതിന് ശേഷം നിങ്ങൾക്കൂടെ കാണാം നമ്മളത് വീണ്ടും വെരിഫൈ ചെയ്യണം, ഏതാണ് നമ്മൾ കൊടുത്തു വെച്ചാൽ മലയാളം ആണെങ്കിൽ മലയാളം. ഓക്കെ. അത് സെലക്ട് ചെയ്യാം. അതാണ് നമ്മളോട് ചോദിക്കുന്നത് PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ ഡിസേബിൾ ആയിട്ട് കിടക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് എക്സാം എഴുതുന്നത് എന്തെങ്കിലും ഫിസിക്കൽ ലിമിറ്റേഷനുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന എക്സാം ടൈമിലൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് നോ കൊടുക്കുന്നു. പിന്നെ സ്ക്രൈബിന് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ യെസ് എന്ന് കൊടുത്താൽ നമുക്ക് സ്ക്രൈബിന് ആവശ്യമുണ്ട്. യെസ് സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാൻ സഹായിക്കാൻ. ഇങ്ങനെ ഫിസിക്കൽ ലിമിറ്റേഷൻ ഉള്ളവർക്ക് വേറൊരാളുടെ സഹായത്തോടെ എക്സാം എഴുതാം, അങ്ങനെയുള്ളവർക്കാണ് അത് കേട്ടോ. ഇനിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം. പ്രിഫറൻസ് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൻ്റെ കോഡൊക്കെ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്, സ്റ്റേറ്റ് കോഡ്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്ന് കാണിക്കാം, കേരളത്തിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ MTS കേരള, ഞാനിതിൻ്റെ കോഡ് നോക്കട്ടെ, MTS കേരളൻ്റെ കോഡ്. ഓക്കെ. MTS കേരള, MTS കേരള ആണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം MTS കേരള. ഓക്കെ. നിങ്ങൾ നോക്കണം കേട്ടോ, അത് കറക്റ്റായിട്ട് MTS കേരള 68 ആണ് കേട്ടോ നമുക്ക് കോഡ് വന്നിരിക്കുന്നത്, 68 ആണ്. അപ്പോൾ ഞാനിതപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബോക്സ് ഇവിടെ നിങ്ങൾക്ക് ഓരോ ബോക്സുകൾ കാണാൻ പറ്റും. അതിൽ ഞാനിപ്പോൾ 68 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. 68 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ പ്രിഫറൻസ് ഞാൻ കേരളത്തിലുള്ള MTS വേക്കൻസിയിലേക്കാണ്. ഇനി നിങ്ങൾക്ക് വേറെ എവിടെയാണ്, നിങ്ങൾക്കിപ്പോൾ അത് ലക്ഷദ്വീപ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 68 പകരം 69 ആദ്യം കൊടുക്കണം. എന്നിട്ടാണ് നിങ്ങൾക്ക് കേരള വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ കൊടുക്കുക. ഇനി രണ്ടാമത് ഞാൻ ഫോർ എക്സാമ്പിൾ ലക്ഷദ്വീപാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, 69 ഞാൻ കോഡ് കൊടുക്കുന്നത്. ലക്ഷദ്വീപിൻ്റെ കോഡ് എത്രയാണ്, 69. ഇനി മൂന്നാമത്തെ ഞാൻ കർണാടകയാണ്. ഈ കർണാടകയിലുള്ള MTS ഞാൻ അത് എക്സാമ്പിൾ കാണിക്കുന്നതാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ കേട്ടോ, എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണോ താല്പര്യം അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്തത് അവിടെ എനിക്ക് കാണാം 67 കൊടുക്കുകയാണ്. ഓക്കെ. 67 കൊടുക്കുകയാണ് കോഡ്. ഇനി ഞാൻ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ഹവിൽദാർ പോസ്റ്റിലേക്കാണ്. കാണാൻ തിരുവനന്തപുരം കൊച്ചിന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഞാൻ അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഞാൻ 65 കോഡ് വരുന്നത്, ഇവിടെ 65 അടിച്ചു കൊടുക്കുന്നു. അടുത്തത് വരുന്നത് നിങ്ങൾക്കിവിടെ കാണാം ഹവിൽദാർ CGST, മറ്റേത് ഹവിൽദാർ കസ്റ്റമാണ്. അതിൽ CGSTൻ്റെ 66 ആണ്. അപ്പോൾ അടുത്ത കോളത്തിൽ നിങ്ങൾക്കിവിടെ കാണാം
6 അടിച്ചു കൊടുക്കുന്നു. ഇനി ഞാനിപ്പോൾ എത്രയോ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി ഇവിടെ അതേഴ്സ് എന്നുള്ളുണ്ട്, ഈ MTS അതേഴ്സ് എന്നുള്ളടത്ത് വേണം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 72 കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണത്. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേക്കൻസി കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സാധ്യതകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ മാക്സിമം എല്ലായിടത്തും കൊടുക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ മാത്രം കൊടുക്കും, പിന്നെ അതിലേക്ക് മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാത്തിലേക്കും കൊടുക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എല്ലാം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ സെലക്റ്റീവായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ MTS അതേഴ്സും കൊടുത്തു, ഞാൻ ഇത്രേ കൊടുക്കുന്നുള്ളൂ. ഇനി ലാസ്റ്റുള്ള ഈ കോളത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 72 ശേഷമുള്ള കോളത്തിൽ നമ്മളങ്ങനെ കാലിയാക്കി ഇടാൻ പറ്റില്ല. എക്സ് എന്നുള്ള ഒരു ചിഹ്നം ഉണ്ടാവുമല്ലോ നമ്മുടെ മൊബൈലിൽ, എക്സ് എന്നുള്ള ആ ഒരു നമ്മുടെ ലെറ്റർ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്ത് നമ്മൾ ജസ്റ്റ് അടുത്ത കോളത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കോളത്തിലും ആ എക്സ് വരും. ഓക്കെ, അപ്പോൾ ആ എക്സ് എന്നുള്ള ആ ഒരു സിമ്പിൾ എല്ലാത്തിലും വന്നെന്ന് ഉറപ്പ് വരുത്തണേ. കാരണം നമ്മൾ ബ്ലാങ്ക് ആക്കി വിടാൻ പാടില്ല. അതിൽ ബാലൻസ് വരുന്ന കോളംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലാങ്ക് ആക്കി വിടാൻ പറ്റില്ല. നമ്മൾ ഈ എക്സ് എന്നുള്ള ആ ഒരു ചിഹ്നം, ജസ്റ്റ് ആ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഈ പറയുന്ന ലെറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത കോളത്തിലും ടച്ച് ചെയ്താൽ എല്ലാ കോളത്തിലും അതെന്ത് ചെയ്യും, കോപ്പി ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതല്ല നിങ്ങൾക്ക് എല്ലാത്തിലും എന്ത് ചെയ്യാം, ഈ കോഡ് ഇട്ടിട്ട് ഓരോന്നിൻ്റെ ഓരോ പ്രദേശത്തിൻ്റെയും കോഡ് ഇട്ടാൽ നിങ്ങൾക്ക് ആദ്യം കൊടുത്ത് അങ്ങനെ പോകാവുന്നതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാം, അവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ കാണാം സക്സസ് കാണാം. ഓക്കെ കൊടുക്കുക. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് എടുക്കണം. അതിന് പേജ് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ. അപ്പോൾ നമുക്കിതാ ഈ ഇൻസ്ട്രക്ഷനൊക്കെ ഒന്ന് വായിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നോക്കണം. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ചർ ലൈവ് ഫോട്ടോ. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്പോട്ടിൽ എന്ത് ചെയ്യാം, ക്യാപ്ചർ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ്, നമുക്ക് നമ്മുടെ ലൈവായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റൂലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു QR കോഡ് ഉണ്ട്. ഓക്കെ, ആ QR കോഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പ്ലേ സ്റ്റോറിൽ നിന്ന്. ഓക്കെ, അങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ MySSC അങ്ങനെ എന്താണ് ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ക്യാമറ ഇപ്പോൾ ഇതിൽ വർക്ക് ആകുന്നില്ലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ എടുത്തു. മൊബൈലിൽ ജസ്റ്റ് എന്താണ് ഈ നമുക്ക് ഗൂഗിൾ സെർച്ച് ഇല്ലേ, ആ സെർച്ചിൽ എനിക്ക് ഇവിടെ കാണാൻ ഒരു ക്യാമറൻ്റെ ചിഹ്നം ഫോട്ടോ എടുക്കാനുള്ള, അത് ഓപ്പൺ ആക്കുക. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് സ്കാൻ ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും സ്കാനർ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിൽ നേരെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് ഫോട്ടോ എടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൻ്റെ ലിങ്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് MySSC അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ MySSC എന്നുള്ള ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. MySSC നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സിമ്പിളായി കാണാൻ പറ്റും. ഏകദേശം 10 lakh ഡൗൺലോഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ചർ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതും കൂടെ കാണിക്കാം. നമ്മൾ ഓപ്പൺ എന്ന് കൊടുക്കാം. ഓപ്പൺ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത് വെച്ചാൽ നമ്മളെ യൂസർ നെയിം പാസ്വേഡ് അടിക്കുക, എന്നിട്ട് ക്യാപ്ച അടിച്ചിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിതിൽ എളുപ്പത്തിൽ എന്താണ് നമ്മുടെ ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവൈസിൽ തന്നെ നിങ്ങൾക്ക് കാണാം ക്യാപ്ചർ ലൈവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കും. അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ പെർമിഷനൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പോൾ എന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഞാനിപ്പോൾ എടുക്കുന്ന ആ സ്ഥലത്ത് പറഞ്ഞാൽ ലൈറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് റേഞ്ചൊക്കെ പ്രശ്നം വരും. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു റെഡ് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു ഭാഗം കാണാം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വരുന്ന രീതിയിൽ നിങ്ങൾ ഓവർ ക്ലോസ് ആകാനും പാടില്ല. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ക്ലിയർ വേണം, നല്ല വെളിച്ചം വേണം, നല്ല ക്ലിയർ വേണം, നീറ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് മാത്രമാണ്, എനിക്കിവിടെ മൈക്കുണ്ട്, മൈക്കൊക്കെ ദൂരെ വെച്ചാൽ ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിത് ഒരു എക്സാമ്പിൾ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റ് ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ പിടിച്ച് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫേസ് മാക്സിമം സൂം ആകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊരു എക്സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത്. വീണ്ടും പറയുന്നത് ഇതേപോലെയല്ല. ജസ്റ്റ് നമ്മളിവിടെ ക്യാപ്ചർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോനെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്നും ആയിരിക്കരുത്, കുറച്ചും കൂടെ നല്ല ലൈറ്റ് വേണം ബാക്ക്ഗ്രൗണ്ടിൽ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫേസ് നല്ല ക്ലിയർ ആയിരിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കാം. അതിനകത്ത് SSC നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനതിൽ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ സേവ് എന്ന് കൊടുക്കാം. പിന്നെ സേവ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ അടുത്ത് നമ്മൾ സിഗ്നേച്ചറാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് സിഗ്നേച്ചർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് സിഗ്നേച്ചർ എന്നുള്ള ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം കേട്ടോ. ഞാൻ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സക്സസ്ഫുള്ളി സിഗ്നേച്ചർ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് പ്രിവ്യൂ ആണ്, ഫോമിൻ്റെ പ്രിവ്യൂ ആണ്. അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പം നിലവിൽ. അതല്ല നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ,
ഇങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇല്ല എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ ബാക്ക് എന്നുള്ള ഗോ ബാക്ക് എന്നുള്ള ആ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാം ഓക്കെയാണ്. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൽ നമ്മൾ ഫോട്ടോ എടുത്തത് ഞാനിതിന് സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തരാം കേട്ടോ. അതിൽ ആ ഒരു ലെവൽ നമ്മുടെ SSC സജസ്റ്റ് ചെയ്യുന്ന സാമ്പിൾ ഉണ്ട്, അതിനെ തരാം. അപ്പോൾ അത് നോക്കിയിട്ട് ആ രീതിയിലായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. നമ്മളിവിടെ അഗ്രി കൊടുക്കുക, എന്നിട്ട് നമുക്കിവിടെ ക്യാപ്ച കോഡ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് പിന്നീട് വരുന്നത് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാനുള്ള ഫോമാണ് വരിക. അപ്പോൾ ഞാനിത് നിങ്ങളെയൊക്കെ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് മാത്രം ആയതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നില്ല, ചെയ്ത് കാണിക്കുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് കൊടുത്ത് പിന്നെ ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാനുള്ളവർക്ക് ഫീ കൊടുക്കുക, ബാക്കിയുള്ളവർക്ക് എന്താണ് ഇവിടെ അത് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.